ശാരിക അടുക്കളയിൽ കയറാറുണ്ടോ? ഇല്ല, അങ്ങനെ അത്യാവശ്യം വല്ല ബ്രെഡും ജാമോ വല്ല മുട്ട ഓംലറ്റോ ഒക്കെ വെക്കാനായിട്ട് കയറാറുണ്ട്. പിന്നെ സാമ്പാറും ഇതൊക്കെ, സാമ്പാർ വെക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ സാധാരണ സാമഗ്രികളൊക്കെ ഞാൻ മേടിച്ചിട്ട് കൊടുക്കും. ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ നമ്മുടെ തോരൻ, അതുപോലെ എന്തെങ്കിലും മുട്ടക്കറി, മുട്ട, ചിക്കൻ പുഴുങ്ങിയത്, ഇതൊക്കെ വെക്കാൻ ശ്രമിക്കും. ആളുകൾ സുഹൃത്തുക്കളായിട്ടുണ്ടാവുമല്ലോ. എന്റെ വീട്ടിൽ ഞാൻ അടുക്കള കയറി സാമ്പാർ പൊടിയും ഇതൊക്കെ ഞാനാ വാങ്ങിച്ചു കൊടുക്കുന്നതല്ല. അപ്പൊ ചില നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്, ഒന്ന് ഷെയർ ചെയ്യാം. എന്താണോ? അതായത് തേർഡ് ഐ ന്യൂസ് തന്നെ പുറത്തുവിടുന്ന ഒരു വാർത്തയാണ്. അതായത് ചില പ്രൊഡക്റ്റുകൾ, അതായത് ഈസ്റ്റേൺ, അജ്മി ആൻഡ് കിച്ചൺ ട്രഷേഴ്സ്, ബ്രാഹ്മിൻസ്, നിറപറ, സാറാസ്, സ്വാമീസ്, ക്വാളിറ്റി, റെഡ്കോ, യൂണിറ്റ് ടെസ്റ്റ്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തീരില്ല. അതെ, മെയിൻ പ്രമുഖ ഈ ബ്രാൻഡുകളെല്ലാം ഞാൻ വീട്ടിൽ വാങ്ങിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ മീറ്റ് മസാല, ചിക്കൻ മസാല ഒക്കെ കിച്ചൺ ട്രഷറിന്റെയാണ് വീട്ടിൽ വാങ്ങിക്കുന്നത്. ബ്രാഹ്മിൺ സാമ്പാർ പൊടിയാണെങ്കിൽ ബ്രാഹ്മിൻസ് ആണ് വാങ്ങിക്കുന്നത്. മാത്രമല്ല ശാരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ലേഡി സൂപ്പർ സ്റ്റാർ വന്ന്, അതെന്താ എന്റെ ഭാഷയില് ഡിബേറ്റ് ഉണ്ടായിരുന്നല്ലോ ആരാണ് ലേഡി സൂപ്പർ. ആയിക്കോട്ടെ, എന്തായാലും അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വന്ന് ഈ കറി പൗഡർ മികച്ചതാണ്, കയ്യിലൊക്കെ സാമ്പാർ. അതെ അതെ അതെ, ഈ ബ്രാഹ്മിൻസിലൊക്കെ ഉണ്ടോ ശീത്തെ? ഉള്ളതാണ്. അതാണ് നമ്മുടെ വിവരാവകാശത്തിൽ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ വിവരാവകാശ പ്രകാരം കിട്ടിയിരിക്കുന്ന വിവരം അങ്ങനെയാണ്. എന്തായാലും ഇത് ഇത്തരത്തിലുള്ള ഒരു വിവരം തരണേ തന്നെ വലിയ കഷ്ടപ്പാടാണ്. തീർച്ചയായിട്ടും സർക്കാരിന്റെ കയ്യിൽ രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു. മാരകമായ രോഗങ്ങൾ പൈസ കൊടുത്ത് വീട്ടിലേക്ക് വാങ്ങിച്ചു. അതെ, ഹാർട്ട് അറ്റാക്ക്, വന്ധ്യത, ക്യാൻസർ, ഇതാണ് മാരക, നമ്മുടെ കാഴ്ചപ്പാടിൽ മാരക രോഗങ്ങളാണ്. അത് തന്നെ ആദ്യം വരും ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ, കൺസ്യൂം ചെയ്താൽ എന്നാണ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ തന്നെ കണ്ടെത്തല കേട്ടോ, നമ്മുടെ കണ്ടെത്തലാണ്. പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, ചിക്കൻ മസാല, രസപ്പൊടി, ഒരു താളത്തിൽ എങ്ങനല്ലേ ഒരു പ്രാസം ഒപ്പിച്ചങ്ങ് പറഞ്ഞു പോവാ. സാമ്പാർ പൊടി മലയാളി ദിവസേന ഉപയോഗിക്കുക. അതെ, വീട്ടിലൊക്കെ ദിവസവും സാമ്പാർ, അല്ലെങ്കിൽ സാമ്പാർ ഇല്ലാത്ത വീടുകൾ ദിവസവും കാണത്തില്ല അല്ലേ, ദിവസവും ഉപയോഗിക്കാത്ത. വീട്ടിൽ മാത്രമല്ല, നമ്മൾ ഈ കടകൾ, ഹോട്ടലിൽ ആദ്യ ഊണിന് വിളമ്പുന്ന സാമ്പാർ, എല്ലാ സാമ്പാറിലും ഈ പൊടി ഇട്ടാവും. തീർച്ചയായിട്ടും പണ്ടത്തെ പോലെ മാരകമായ രോഗങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു സിനിമാ താരം വന്ന് ഇത് മനോഹരമാണ് എന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കൊണ്ടുപോയി വീട്ടിലെത്തി എല്ലാവർക്കും കൊടുക്കുക. ഇന്ന് രാവിലെ നമ്മൾ ഞാൻ കഴിച്ചത്, ശാരി കഴിച്ചത് എന്ത് തരത്തിലുള്ള വിഷമാണെന്ന് നമുക്കറിയില്ല. ഇത് വലിയ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യും, പ്രത്യേകിച്ചും ഭക്ഷ്യ സുരക്ഷാ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന എന്ത് പ്രോഡക്റ്റും അതിന്റെ ഒരു ബാഗ്, എത്ര പൈസയ്ക്ക് വേണ്ടിയിട്ടായാലും പ്രശസ്തമായിട്ടുള്ള താരങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് കുട്ടികൾ കഴിക്കുന്ന സാധനം. ഇപ്പം ഒരുപാട് ന്യൂഡിൽസ് പ്രോഡക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ബോൺവിറ്റ അങ്ങനെയുള്ള പ്രോഡക്ട്സുകളുണ്ട്. ഇതെല്ലാം കൺസ്യൂം ചെയ്യുന്നതാണ്, അത് കുഞ്ഞുങ്ങളായാലും അഡൾട്ട്സ് ആയാലും. അപ്പൊ അതൊക്കെ ഫുഡ് പ്രോഡക്ട്സ് എപ്പോഴും പരസ്യം ചെയ്യുമ്പോൾ എപ്പോഴും ഈ ചലച്ചിത്ര താരങ്ങൾ കൃത്യമായ അന്വേഷണം നടത്തും. സമൂഹത്തിനോട് അവർക്കൊരു കടമയുണ്ട്. അല്ലാതെ പൈസ കോടികൾ അവർക്ക് കിട്ടുന്നുണ്ടാവും. അതെ, തീർച്ചയായിട്ടും. പെയിന്റിന്റെ പരസ്യം ചെയ്യുന്ന പോലാണോ മസാലപ്പൊടിയുടെ പരസ്യം ചെയ്യുന്നത്? ഇതില് പറയുന്നത് ഞാൻ വായിക്കാം. ശരി, ക്ലോർപെറിഫോസ്, ഇതൊക്കെ എന്തുവാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എഥൈൽ, ബിഫെൻട്രിൻ, എത്തിയോൺ, ഇങ്ങനെയുള്ള ഇതൊക്കെ ചിലപ്പോൾ ഡോക്ടർമാർക്ക് മനസ്സിലാവും. രാസവസ്തുക്കളുടെ പേരാകട്ടെ, രാസവസ്തുക്കളാണ് കേട്ടോ. ഇത്തരം രാസവസ്തുക്കളാണ് കറി പൗഡറുകൾ ചേർത്തിട്ടുള്ളതെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തന്നെ അറിയിക്കുകയാണ്. നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയാണ്. മുളക് പൊടി സാറാസ്, ക്വാളിറ്റി, ഈസ്റ്റേൺ, KVS, ബോസ്കോ ചില്ലി, ലക്ഷ്മി പ്രിയൻ, അജ്മി, ഏഞ്ചൽ ക്രെഡിബിൾ, മസാല മാനില, റോയൽ ടേസ്റ്റ്, കിച്ചൺ ട്രഷേഴ്സ്. ഈ കിച്ചൺ ട്രഷേഴ്സിന്റെ പരസ്യത്തിലാണെന്ന് തോന്നുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ആ സിനിമ നടി. അതെ, അവർ അഭിനയിക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി, കിച്ചൺ ട്രഷേഴ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ. അതായത് സാമ്പാർ പൊടി എന്ന് പറയുന്നത് ബ്രാഹ്മിൻസ്, ഈസ്റ്റേൺ, AVA എന്നീ കമ്പനികളുടെ സാമ്പാർ പൊടികളിലാണ് മായം കണ്ടെത്തിയത്. മല്ലിപ്പൊടി എന്ന് പറയുന്നത് സദേൺ ഗ്രീൻ, ഇന്റർഗ്രോ കമ്പനി, കിച്ചൺ ട്രഷേഴ്സ്. അതായത് ഈ കിച്ചൺ ട്രഷേഴ്സിന്റെ ഏകദേശം എല്ലാ ഐറ്റംസിലും രാസപദാർത്ഥം ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്താ പറയുക കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തു വിടുന്നത്. നേരത്തെ തന്നെ പലതരത്തിലുള്ള കുഴിമന്തി കഴിച്ച ആളുകൾ മരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പതിവായിട്ടുണ്ട്. ഈ സാമ്പാർ കഴിച്ച് ആളുകൾ പെട്ടെന്ന് മരിക്കില്ല, പക്ഷെ പതുക്കെ മരിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഹോട്ടലിലൊക്കെ ഭയങ്കര റെയ്ഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പഴകിയ വസ്തുക്കൾ പിടിക്കുന്നു. എന്തുകൊണ്ട് ഈ മസാലപ്പൊടികളുടെ കാര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഒരു അമാന്തം കാണിക്കുന്നു? പലപ്പോഴും വൻ പിഴയിൽ ഒതുക്കുകയാണ് ചെയ്യുന്നത്. പിഴ ഒതുക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ പിഴ വാർത്ത പോലും ഒരു പത്രങ്ങളും ഒരു മാധ്യമങ്ങളും
കൊടുക്കാറില്ല. അവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യമാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടലുകൾ റെയ്ഡ് ചെയ്യുന്നു. പ്രമുഖ ഹോട്ടലുകളാണ് തൃശ്ശൂർ പിടിച്ചിരിക്കുന്നത്. ആലപ്പുഴയിലും കോട്ടയത്തും ഒക്കെ പിടിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ കാണിക്കുന്ന ശുഷ്കാന്തി എന്തുകൊണ്ട്? ഇതുപോലെ മസാല ഇതും ഭക്ഷ്യസുരക്ഷപ്പെടുന്ന ഒന്നല്ലേ? ഇതായാലും അവരങ്ങനെ കണക്കാക്കിയിട്ടില്ലേ? ഇത് എന്താ പറയാ, വൻകിട കമ്പനികളാണ്. പിന്നെ മാധ്യമങ്ങൾ, നമ്മുടെ നാട്ടിലെ ദൃശ്യമാധ്യമങ്ങളായാലും പ്രിന്റ് മീഡിയ ആയാലും അവർക്കൊരു സ്വഭാവമുണ്ട്. അവർക്ക് മാർക്കറ്റിംഗ് വിഭാഗത്തെ പിണക്കിക്കൊണ്ടുള്ള ഒരു വാർത്ത അവർ ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മളെയൊക്കെ മാപ്രാളെന്ന് വിളിക്കുന്നത്. 5-8 വർഷം സാറ്റലൈറ്റ് മീഡിയയിൽ ജോലി ചെയ്ത ഒരു അനുഭവത്തിന്റെ പുറത്ത് പറയാണ്. അപ്പോൾ ഈസ്റ്റേൺ കമ്പനിക്കെതിരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിറപറക്കെതിരെ ഒക്കെ വാർത്ത ആരെങ്കിലും ചെയ്യോ? ഒരു സീരിയൽ അല്ലെങ്കിൽ ഒരു വാർത്താ ബുള്ളറ്റിൻ, അരമണിക്കൂർ ബുള്ളറ്റിൻ സ്പോൺസർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കമ്പനികളായിരിക്കും. അപ്പൊ പിന്നെ ഇവർക്ക് നിങ്ങൾ എന്ത് വിഷം വാങ്ങിച്ച് കഴിച്ചാലും നിങ്ങൾ അവരെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ അവനവന്റെ വീട്ടിലെ കുട്ടികളും ഇത് തന്നെയാണ് നന്നായിരിക്കും. അതോടൊപ്പമാണ് ഇത്തരത്തിലുള്ള നടിമാർ, ചലച്ചിത്ര താരങ്ങൾ കൂടി കുറച്ച്. അതെ, നടനും നടിയും. അതിൽ ഒരു എക്സെപ്ഷൻ ആണ് നമ്മുടെ രജനീകാന്ത്. അദ്ദേഹം ഒരിക്കലും പരസ്യങ്ങളിൽ ഇങ്ങനെയുള്ള പരസ്യങ്ങൾ അഭിനയിക്കില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് പരസ്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇങ്ങനെയുള്ള എക്സെപ്ഷണൽ നടന്മാരും അപ്പോൾ എല്ലാവരും അങ്ങനെ ആകുക എന്ന് തന്നെ. അറ്റ്ലീസ്റ്റ് ഒരു മെഗാ സ്റ്റാറുകളും സൂപ്പർ സ്റ്റാറുകൾ അല്ലെങ്കിൽ സൂപ്പർ ലേഡീസ് എന്ന് പറയുന്ന സൂപ്പർ നടിമാരെന്ന് പറയുന്നവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് ഒഴിവാക്കുക എന്നാണ് പറയാനുള്ളത്.